ഇറാനുമേലുള്ള എണ്ണ ഉപരോധത്തിൽ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ച അമേരിക്ക. സ്വിറ്റ്സർലൻഡിൽ നടന്ന നയതന്ത്ര ചർച്ചകളിൽ തീരുമാനപ്രകാരമാണ് നടപടി. ഓഗസ്റ്റ് 21 വരെ ഇറാന്റെ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനും വിൽപ്പനയ്ക്കും അനുമതി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾക്ക് അനുമതി നൽകാനും ഇറാൻ തയ്യാറായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇറാനെതിരെയുള്ള യുദ്ധച്ചെലവുകൾക്കായി US സെനറ്റർമാരോട് $80 ബില്യൺ ആവശ്യപ്പെട്ട് പെന്റഗൺ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിലവിൽ ലക്ഷ്യമിടുന്ന വൻ സൈനിക ബജറ്റ് വർധനവിന് പുറമെയാണിതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ. വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഇതുവരെ കോൺഗ്രസിന് മുന്നിൽ ഔദ്യോഗികമായി ഈ ആവശ്യം സമർപ്പിച്ചിട്ടില്ല. എന്നാൽ പ്രതിരോധ സെക്രട്ടറി സെനറ്റർമാരുമായി ചർച്ചകൾ ആരംഭിച്ചതായും റിപ്പോർട്ട്. തൊഴിൽ രംഗത്ത് വീണ്ടും വില്ലനായി AI. പ്രമുഖ IT കമ്പനിയായ ഒറാക്കിൾ 21,000 പേരെ പിരിച്ചുവിടുന്നു. ഓപ്പറേഷൻസിൽ AI വ്യാപകമാക്കാനാണ് ഒറാക്കിൾ ഒരുങ്ങുന്നത്. 1,61,000 ജീവനക്കാരാണ് ഒറാക്കിളിനുള്ളത്. അത് 1,41,000 കുറയ്ക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗും ഉൾപ്പെടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലാക്കിയ എയർ ഇന്ത്യയുടെ വൻ മാറ്റം. എയർ ഇന്ത്യയും പ്രമുഖ യാത്രാ പ്ലാറ്റ്ഫോമുമായ Booking.com തമ്മിലുള്ള പുതിയ പങ്കാളിത്തത്തിലൂടെയാണ് പുതിയ മാറ്റം. വെറും ഒരു എയർലൈൻ എന്നതിലുപരി യാത്രാ ആവശ്യങ്ങൾക്കായുള്ള ഏകജാലക സംവിധാനവുമായി മാറാനുള്ള എയർ ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമാണിത്. ഒരേ പ്ലാറ്റ്ഫോമിൽ വിമാന ടിക്കറ്റും ഹോട്ടലും ബുക്ക് ചെയ്യാം എന്നതാണ് പ്രധാന നേട്ടം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 1 ഗ്രാമിന് 13,375 രൂപയായി. പവന് 1,520 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന് 1,07,000 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 10,995 രൂപയും പവന് 87,960 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 250 രൂപയിലാണ് വ്യാപാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.